ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് അത്യാവശ്യം മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് സാധാരണ ഇങ്ങനെ തണുപ്പൊന്നും ഇവിടെ ഇല്ലാത്തതാണ്. അങ്ങനെ നല്ലൊരു ഒരു രാവിലെ തന്നെയായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് കടന്നു. അടുക്കളയിൽ എത്തിക്കഴിഞ്ഞിട്ട് തലേദിവസം നമ്മളിതുപോലെ ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ കടലക്കറിയാണ് അപ്പത്തിന് ഉണ്ടാക്കുന്നത്. ഇന്ന് അപ്പമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് നമ്മൾ ഉപ്പേരി വെക്കുന്നുമുണ്ട്. ഈ ക്യാരറ്റ് ബീൻസ് എന്നൊക്കെ പറയണത്, അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് എന്നൊക്കെ പറയണത് നമ്മളെപ്പോഴും സാമ്പാറിലോ അല്ലെങ്കിൽ അവിയലിലൊക്കെയാണ് കഴിക്കാറുള്ളത്. അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ ഉപ്പേരി വെച്ചിട്ടോ അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടോ കഴിക്കുന്നതൊക്കെ ഭയങ്കര കുറവല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പേരിയൊക്കെ വെക്കാമെന്ന്. അങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ കഴിച്ച് ഇന്ന് കുറച്ച് തിരക്കിട്ട് പണികളൊക്കെ തീർത്തിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്, തൃശ്ശൂർക്ക് പോവാണ്. ട്രെയിനിനാണ് പോകുന്നത്. പോകുന്ന വഴിക്കാണ് ഈ പൂക്കൾ കണ്ടത്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമാണിത്. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കുറച്ച് പൂക്കൾ കാണും. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം ഒക്കെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളൊരു ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ജനശതാബ്ദി ആയിരിക്കും. ഒരുപാട് പ്രാവശ്യം ഞാനതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും അതിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി. കുറച്ച് ലേറ്റായിട്ടാണ് ട്രെയിൻ എത്തിയത്. അങ്ങനെ ട്രെയിനിലൊക്കെ ട്രെയിനിൽ കയറി വിൻഡോ സീറ്റാന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷമൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മാറി. ഇതാണ് എനിക്ക് കിട്ടിയ വിൻഡോ സീറ്റ്. ഇതുവഴി എന്ത് കാണാനാണെന്ന് മാത്രമേ എനിക്കറിയില്ല. അങ്ങനെ ട്രെയിനൊക്കെ എടുത്ത് മെല്ലെ പോയി തുടങ്ങി. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു. ഈ ട്രെയിന് പോകുമ്പോൾ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കാര്യമില്ല, ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചാടി അവിടെ അങ്ങ് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോകും. പക്ഷേ എന്തായാലും ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ, നോക്കി നിൽക്കാന്നല്ലാണ്ട് എന്ത് ചെയ്യാനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കരിക്ക് കുടിക്കാമെന്ന് വെച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ പോയിട്ട് ആ ഭാഗത്ത് കൂടിയൊക്കെ അലഞ്ഞിട്ട് എനിക്ക് കരിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഓറഞ്ച് വാങ്ങി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ ഓറഞ്ചൊക്കെ കഴിച്ചിരുന്നു.